ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട യൂണിക്കോൺ വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആക്സിലേറ്റർ റേസിങ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കാർബേറ്ററിനകത്ത് തന്നെ സ്ലൈഡർ യൂണിറ്റ് ടൈറ്റായിട്ട് ഓവറായിട്ട് റൈസായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ റേസിങ് കാണിച്ചുകൊണ്ടിരിക്കുക. അതാണ് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞേക്കണേ. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. കാർബേറ്ററിൻ്റെ ആണ് മെയിനായിട്ട് വന്ന കംപ്ലയിൻറ്റ്. കാർബേറ്ററിൻ്റെ ഈ വന്ന ബട്ടർഫ്ലൈ വാൽവ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോകുന്നതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇട്ടാലും 100% അത് സക്സസ് ആവാൻ സാധ്യത കുറവാണ്. കാരണം അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ കെമിക്കലായിട്ട് വന്ന റിയാക്ഷൻസാണ് ഈ കാണിക്കുന്ന മൊത്തം പ്രോബ്ലംസും. അപ്പോൾ നിലവിൽ ഞാൻ കാർബേറ്റർ അഴിച്ച് നോക്കുമ്പോൾ എൻ്റെ വാക്യൂം പിസ്റ്റനൊക്കെ കംപ്ലയിൻ്റ് ആണ്. അതൊക്കെ മാറ്റേണ്ട ടൈമാണ്. പക്ഷേ നിലവിൽ വാക്യൂം പിസ്റ്റൺ മാറ്റണ്ട. കാരണം എന്ന് വെച്ചാൽ വാക്യൂം പിസ്റ്റൺ മാറ്റിയതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഉപകാരമില്ല. ഈ കാർബേറ്റർ വലിയ താമസമില്ലാണ്ട് കംപ്ലയിൻസിലേക്ക് പോകും. നമ്മളിപ്പോൾ ഇത് എങ്ങനെ ക്ലിയർ ചെയ്തിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരും, വീണ്ടും വരും. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് പൈസ മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലിയെ പാടി മാറ്റിക്കളയുക. അപ്പോൾ കുറേ നാളത്തേക്ക് ആ കംപ്ലയിൻറ്റ് മാറും. അതായത് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പെട്രോളിൻ്റെ ഉപയോഗം മൂലം പുതിയ കാർബേറ്റർ വെച്ചാൽ പോലും അത് കംപ്ലയിൻറ്റ് വരും. കാരണം എന്ന് വെച്ചാൽ ഓട്ടം കുറവുള്ള വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരാം. ഇപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കിയത്തെ ഭാഗങ്ങളിൽ വലിയ പ്രോബ്ലംസ് വന്നില്ല. ഇത് ആ സ്ലൈഡറാണ് ടൈറ്റ് ആയേക്കണത്. അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിലവിൽ കംപ്ലയിൻറ്റ് മാറും. പക്ഷേ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. ഇത് നമ്മളിപ്പോൾ കാർബേറ്റർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്യണം. എന്തെങ്കിലും ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ വരാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒട്ടുമിക്ക വണ്ടികളിലും ഇപ്പോൾ മെയിനായിട്ട് കാണുന്നൊരു കംപ്ലയിൻറ്റ് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ്. അതല്ലെങ്കിൽ മിസ്സിങ് കംപ്ലയിൻറ്റ്, രാവിലെ സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട്, വണ്ടി ഓടി വരുമ്പോൾ തന്നെ ഓഫായി പോവുക. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് വന്ന കംപ്ലയിൻറ്റുകൾ കേട്ടോ. അറിഞ്ഞിരിക്കുക, കാർബേറ്ററിൻ്റെ പ്രശ്നമാണ്. കാർബേറ്റർ കംപ്ലയിൻറ്റ് വരാൻ കാരണം നമ്മളുടെ ഇപ്പോഴത്തെ E20 എന്ന് പറയുന്ന പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലമാണ്. അതായത് 1 ലിറ്റർ പെട്രോളിൽ 800 മില്ലി മാത്രമേ യഥാർത്ഥത്തിലുള്ള പെട്രോളുള്ളൂ. ബാക്കിയത്തെ 200 മില്ലി വന്നത് എത്തനോൾ എന്ന് പറഞ്ഞൊരു ഒരു കെമിക്കലല്ല, ഒരു സ്പിരിറ്റ് പോലത്തെ റൈറ്റാണ്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും കാർബേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അലുമിനിയം ബോഡിയാണ്. അതിനകത്ത് വന്ന ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻസ് മൂലമാണ് ഈ പറയുന്ന കംപ്ലയിൻസുകളും മൊത്തം വരുന്നത് കേട്ടോ. അത് കുറേ നേരം ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കും. അത് വെള്ളമായിട്ട് ഫോം ചെയ്യും. അങ്ങനത്തെ പ്രോബ്ലംസാണ് ഒട്ടുമിക്ക വണ്ടികൾക്കും വന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തു, തൽക്കാലം ആ കംപ്ലയിൻറ്റ് മാറും. അതൊരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. റിപ്പീറ്റ് കാണിക്കാറുണ്ട്. ഒട്ടുമിക്ക വണ്ടികളിലും റിപ്പീറ്റ് വന്നിട്ട് പിന്നെ നമ്മൾ കാർബേറ്റർ അസംബ്ലി മാറ്റാനുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ചെയ്യണതിന് നമുക്ക് റിപ്പയർ ചെയ്ത് വരുമ്പോൾ ഏകദേശം ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്യുമ്പോൾ അതിന് എമൗണ്ട് വരും, ലേബർ ചാർജ് കാര്യങ്ങൾ വരും. അപ്പോൾ ഇത് ചെയ്തിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് വന്നാൽ ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെ വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാർബേറ്റർ മേടിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 എക്സ്പെൻസാണ് വരാം. ഒന്നുമല്ല, കാർബേറ്റർ ഇപ്പോൾ കൈയോടെ മാറ്റുകയാണെങ്കിൽ ആ ഒരു ചിലവ് കുറഞ്ഞ് കിട്ടും. കാർബേറ്റർ അസംബ്ലി എനിക്ക് തോന്നുന്നു കമ്പനി ഐറ്റം വരുമ്പോൾ ഏകദേശം ഒരു 5500 രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ്. ഞാൻ ഒറിജിനൽ വെക്കാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഒറിജിനൽ വെച്ചാലും നമുക്കിപ്പോൾ കുറഞ്ഞ ബ്രാൻഡിൻ്റെ വെച്ചാലും സാധനം നമ്മൾ ഈ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. 100% ഉറപ്പാണ് കംപ്ലയിൻറ്റ് വരും എന്നുള്ള കേസ്. അത് ഡ്യൂറേഷൻ എന്തോരം എപ്പോൾ വരും എന്നുള്ള കേസിലാണ് സംശയമുള്ളൂ. കാരണം ചിലത് കുറേ വൈകി വരും, ചിലത് കുറേ നേരത്തെ വരും. നേരത്തെ വന്നെന്താ വെച്ചാൽ ഉപയോഗം കുറവുള്ള വണ്ടിക്കാണ് പെട്ടെന്ന് വരാം. അല്ലാത്ത വണ്ടിക്ക് കുറേ സമയം നമുക്ക് കിട്ടാറുണ്ട്. ഓട്ടം ഉള്ള വണ്ടിക്ക് കുറേ സമയം കിട്ടാറുണ്ട്. കംപ്ലയിൻറ്റ്സ് വരും എന്നുള്ള ദിവസം 100% ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യണതിൽ ഏകദേശം ഒരു 100 വണ്ടി വന്നാൽ അതിനകത്ത് ഒരു 80 വണ്ടിയും കംപ്ലയിൻറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയണേണ്ടത്. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ അതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ വീഡിയോ കാണാം. ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പെർമിഷൻ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നിലവിൽ വേറെ വർക്കുകളൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. ഞാനത് നോക്കുന്ന സമയത്ത് ഈ ഡിസ്ക് ബ്രേക്കൊക്കെ ലോഡായി തുടങ്ങിയിട്ടുണ്ട്. ഈ MC സബ് അസംബ്ലിയുടെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ജനറലായിട്ടൊരു സർവീസൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റിൻ്റെ എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യുക. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.